ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ LDC, LGS, CPO പരീക്ഷകൾക്കായിട്ട് പ്രത്യേകം പരിഗണിച്ച് തയ്യാറാക്കിയിട്ടുള്ള ജോഗ്രഫിയിലെ ഒരു ടോപ്പിക്കായിട്ടുള്ള ഇന്ത്യയിലെ തടാകങ്ങളെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ആന്ധ്രാപ്രദേശിലെ കൊല്ലേരു തടാകമാണ്. കൃഷ്ണ ഗോദാവരി നദികളുടെ ഡെൽറ്റകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു തടാകമാണ് കൊല്ലേരു തടാകം. ഉമിയാം തടാകം മേഘാലയയിലാണ്. രുദ്രാരാമൻ കേടുപാടുകൾ തീർത്ത സുദർശന തടാകം ഗുജറാത്തിലാണ്. ഗോർബിന്ദ് സാഗർ എന്ന മനുഷ്യനിർമ്മിതി തടാകം ഹിമാചൽ പ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകമാണ് ചിൽക്ക തടാകം. ഇന്ത്യയിലെ തീരപ്രദേശത്തോട് ചേർന്നിട്ടുള്ള ഏറ്റവും വലിയ തടാകമാണ് ചിൽക്ക തടാകം. ചെമ്മീൻ വളർത്തലാണ് ചിൽക്ക തടാകത്തിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒന്ന്. ഹണിമൂൺ ദ്വീപും ബ്രേക്ക്ഫാസ്റ്റ് ദ്വീപും ചിൽക്ക തടാകത്തിലാണ് ഉള്ളത്. പരീക്കോട് ദ്വീപ് ചിൽക്ക തടാകത്തിലാണ്. ഹൈദരാബാദിനെയും സെക്കന്ദരാബാദിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു തടാകമാണ് ഹുസൈൻ സാഗർ തടാകം. ഹുസൈൻ സാഗർ തടാകത്തിലാണ് ജിബ്രാൾട്ടർ പാറ. പാങ്ങോങ് തടാകം ലഡാക്കിലാണ്. ഇന്ത്യയിലെ ഏറ്റവും ലവണത്വം കൂടിയ തടാകമാണ് രാജസ്ഥാനിലെ സാമ്പാർ തടാകം. ഡിഡ്വാന ലവണ തടാകം സ്ഥിതി ചെയ്യുന്നത് താർ മരുഭൂമിയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പൊങ്ങിക്കിടക്കുന്ന ലബോറട്ടറി സ്ഥാപിച്ചത് മണിപ്പൂരിലെ ലോക്താക് തടാകത്തിലാണ്. ഇന്ത്യയിലെ അസ്ഥികൂട തടാകം എന്നറിയപ്പെടുന്നത് രൂപ്കുണ്ട് തടാകമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല മോക്സ്ബോ തടാകമാണ് ബീഹാറിലെ കൻവാർ തടാകം. ഡെസ്റ്റിനേഷൻ ഫ്ലൈവേഴ്സിൽ ഉൾപ്പെടുന്ന ഇന്ത്യയിലെ ഒരേ ഒരു തടാകം ചിൽക്ക തടാകമാണ്. ലേക്ക് പാലസ് ഉദയ്പൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. സുക്ന തടാകം ചണ്ഡീഗഡിലാണ്. കാശ്മീരിൻ്റെ കിരീടത്തിലെ രത്നം എന്നറിയപ്പെടുന്നത് ദാൽ തടാകമാണ്. ദാൽ തടാകത്തിനരികിലാണ് ഹസ്രത്ത് ബാൽ പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായ തടാകമാണ് ദാൽ തടാകം. മൗണ്ട് അബുവിൽ സ്ഥിതി ചെയ്യുന്ന ഒരു തടാകമാണ് നക്കി തടാകം. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു തടാകമാണ് ലോക്താക് തടാകം. ലോക്താക് തടാകം മണിപ്പൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. ജൽമഹൽ സ്ഥിതി ചെയ്യുന്ന തടാകമാണ് മൻസാഗർ തടാകം. ഈ തടാകം ജയ്പൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള തടാകം സിക്കിമിലെ ചോലാമു തടാകമാണ്. പുലിക്കട്ട് തടാകത്തെ ബംഗാൾ ഉൾക്കടലിൽ നിന്നും വേർതിരിക്കുന്നത് ശ്രീഹരിക്കോട്ടയാണ്. പമ്പ സരോവർ തടാകം കർണാടകയിലാണ്. ടെക്ടോണിക് ചലനങ്ങളുടെ ഫലമായിട്ട് രൂപം കൊണ്ട ഇന്ത്യൻ തടാകമാണ് വൂളാർ തടാകം. വൂളാർ തടാകത്തിൻ്റെ പഴയ പേര് മഹാപത്മസരസ് എന്നാണ്. ചാൻദൂബി തടാകം ആസാമിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ പൊങ്ങിക്കിടക്കുന്ന പ്രൈമറി സ്കൂൾ സ്ഥാപിതമായത് മണിപ്പൂരിലെ ലോക്താക് തടാകത്തിലാണ്. ലോക്താക് തടാകത്തിലെ സംരക്ഷിത മൃഗം സാങ്കായ് മാനാണ്. ലോക്താക് തടാകത്തിലാണ് കരാങ്ങുള്ളത്. തീർത്ഥരാജ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ തടാകം പുഷ്കർ തടാകമാണ്. ഉൽക്കാപതനത്തിൻ്റെ ഫലമായിട്ട് രൂപം കൊണ്ട ഇന്ത്യൻ തടാകമാണ് ലോണാർ തടാകം. മഹാരാഷ്ട്രയിലെ ലോണാർ തടാകം. ബാത്കാൽ തടാകം ഹരിയാനയിലാണ്. പുഷ്കർ തടാകം സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിൽ. സൂർ സരോവർ തടാകം ഉത്തർപ്രദേശിലാണ്. സുവർണ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള തടാകത്തിൻ്റെ പേരാണ് സരോവർ. പമ്പ സരോവർ കർണാടകയിലാണ്. ലിറ്റിൽ ലോണാർ എന്നറിയപ്പെടുന്ന തടാകം അംബർ തടാകമാണ്. അംബർ തടാകം മഹാരാഷ്ട്രയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സോ ഫ്രണ്ട്സ്, ഇതോടുകൂടി ഇന്ത്യയിലെ തടാകങ്ങൾ എന്ന ഈ ഒരു ചെറിയ ടോപ്പിക് ഇവിടെ വെച്ച് പൂർണ്ണമാകുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും ഇനി വേണ്ടുന്ന ടോപ്പിക്സും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ എന്നെ കമൻ്റായിട്ട് രേഖപ്പെടുത്തി അറിയിക്കാനും മറക്കല്ലേ. ഇതുപോലുള്ള ഇമ്പോർട്ടൻറ്റ് LDC, LGS ടോപ്പിക്സിനായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത്
ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. കൂടുതൽ വീഡിയോസ് ഉടൻ വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.